السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ذلك بأن الله هو الحق وأنه يحيي الموتى وأنه على كل شيء قدير وأن الساعة آتية لا ريب فيها وأن الله يبعث من في القبور. آمنت بالبعث بعد الموت يبعثنا رب يحاسب عن كسب ومكتسب. آمنت بالأرض والأعمال في صحف منشورة وذو الإجرام في رعبي. آمنت أن ورود الناس قاطبة على صراط على النيران منتصب. من كان من أهلها يهوي إلى سقر وللتقي مفازات عن اللهب. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എങ്ങനെയാണോ അവനെ വിശ്വസിക്കേണ്ടത് ആ നിലക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശ്വസിച്ചുകൊണ്ട് പാരത്രിക സൗഭാഗ്യം നേടുന്ന നല്ലവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു അവന്റെ പ്രത്യേകമായ ഫദ്ല് മുഖേന, അവന്റെ റഹ്മത്ത് മുഖേന പുറത്തു മാപ്പ് നൽകി നമ്മെ എല്ലാവരെയും ശുദ്ധീകരിക്കുമാറാകട്ടെ. നമ്മുടെ വിശ്വാസകാര്യങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വിശ്വാസകാര്യമാണ് യൗമുൽ ആഖിറത്തിലുള്ള, അതല്ലെങ്കിൽ പാരത്രിക ജീവിതത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസത്തെ
യഥാർത്ഥമായ നിലക്ക് ഉൾക്കൊള്ളുകയും ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തവരാണ് വിജയികൾ. അതിനെ വികലമായി മനസ്സിലാക്കുകയും നടക്കാത്ത പല വ്യാമോഹങ്ങളും ആ നാളിനെ സംബന്ധിച്ച് വെച്ചു പുലർത്തുകയും ചെയ്തുകൊണ്ട് പരലോകത്തെത്തുമ്പോൾ എല്ലാം നഷ്ടപ്പെടുന്ന ആളുകളാണ് ഏറ്റവും വലിയ പരാജിതർ. എന്താണ് മരണാനന്തര ജീവിതത്തിന്റെ സ്ഥിതി എന്ന് മരണപ്പെട്ടു പോയ ഒരാളും തന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്ന് അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ ആരോടും പറഞ്ഞു തന്നിട്ടില്ല. അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സംവിധാനവും നമുക്കില്ല. നമുക്കൊന്നേ നിവൃത്തിയുള്ളൂ, ലോകത്തിന് മുഴുവൻ വെളിച്ചം കാണിക്കാൻ വേണ്ടി, ലോകത്തിന് മുഴുവൻ റഹ്മത്തായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലൂടെ, അതുപോലെ തന്നെ അവിടുത്തെ അസംഖ്യം ഹദീസുകളിലൂടെ അനർഘമായ ഒട്ടേറെ ആശയങ്ങളും വിശദീകരണങ്ങളും ഈ പാരത്രിക ജീവിതത്തെ സംബന്ധിച്ച് വിവരിച്ചു തന്നിട്ടുണ്ട്. അവ കൃത്യമായി ഗ്രഹിക്കുക, മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക, ജീവിതത്തെ നന്നാക്കുക, അതുമാത്രമേ നമ്മുടെ മുമ്പിൽ കരണീയമായ മാർഗമായിട്ട് ബാക്കിയുള്ളൂ. അതുകൊണ്ട് പ്രമാണങ്ങളിൽ നിന്ന് എന്താണ് ഗ്രഹിക്കേണ്ടതെങ്കിൽ അത് ഗ്രഹിച്ച് അതിനനുസരിച്ച് ജീവിതത്തെ ശുദ്ധീകരിക്കുകയും വിമലീകരിക്കുകയും ചെയ്യുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനാണ് ഞാനും നിങ്ങളുമടങ്ങുന്ന സർവ്വ മനുഷ്യരും സദാ പരിശ്രമിച്ചു കൊണ്ടിരിക്കേണ്ടത്. പരലോക ജീവിതം എന്ന് പറയുന്ന ആ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ പല തട്ടിലാണ് ഇന്നും നിലകൊള്ളുന്നത്. ഒരു വിഭാഗം ആളുകൾ തികച്ചും അങ്ങനെ ഒരു ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ ചോദ്യം ചെയ്യുകയാണ്. അങ്ങനെ ഒരു ജീവിതമോ, മരണാനന്തരം വീണ്ടും ജീവിപ്പിക്കുകയോ, വിചാരണയോ, സ്വർഗമോ നരകമോ, അതൊന്നും സംഭവിക്കാനുള്ളതല്ല. അതൊക്കെയും കേവലം ചില ആളുകളുടെ സ്വാർത്ഥ താല്പര്യങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ഊതി വീർപ്പിച്ചുണ്ടാക്കിയ ഊഹാപോഹങ്ങളും കെട്ടുകഥകളും മാത്രമാണ്. സുഖസമ്പൂർണമായ ജീവിതത്തിന്റെ മുമ്പിൽ വിഘാതം സൃഷ്ടിക്കാൻ ആരൊക്കെയോ മെനഞ്ഞുണ്ടാക്കിയ ചില സിദ്ധാന്തങ്ങൾ മാത്രമാണ് പരലോക നാളും വിചാരണയുമൊക്കെ. അതുകൊണ്ട് ജീവിതം എന്ന് പറയുന്നത് മുന്തിരിച്ചാറ് പോലെ പരമാവധി ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും മോന്തിക്കുടിക്കുവാനുമുള്ളതാണ്. അതിനിടയിൽ ഈ നരകത്തെക്കുറിച്ച് പറഞ്ഞ് ഭീതിപ്പെടുത്തിക്കൊണ്ട് മനുഷ്യന്റെ മനസ്സിലെ സമാധാനം നഷ്ടപ്പെടുത്തുന്നത് മനുഷ്യനോട് ചെയ്യുന്ന അനീതിയാണ് എന്ന് പറയുന്ന നിരീശ്വരത്വ നിർമ്മത പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ പാരത്രികമായ ജീവിതത്തെ, മരണാനന്തര ജീവിതത്തെ വളരെ കൃത്യമായ നിലക്ക് തന്നെ ഒരു നിലക്ക് ലക്കും ലഗാനുമില്ലാതെ, ചിന്തയില്ലാതെ തള്ളിക്കളയുകയാണ്. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ നമുക്കിടയിലുണ്ട്. അതേ അവസരത്തിൽ മറ്റൊരു വിഭാഗം ആളുകൾ, അവർക്ക് പരലോകത്തെ സംബന്ധിച്ചുള്ള വിശ്വാസമുണ്ട്. പക്ഷേ ആ പരലോക നാളിനെ കുറിച്ച് വികലമായ എന്തൊക്കെയോ കേട്ടുകേൾവിയാണ് അവരുടെ മനസ്സുകളിൽ ഉള്ളത്. പ്രമാണങ്ങളിലുള്ളത് എന്താണെന്ന് അവർ അറിഞ്ഞിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. പാരമ്പര്യമായി എന്തൊക്കെയോ കേട്ടുകേൾവികൾ അവരുടെ ഹൃദയങ്ങളിലുണ്ട്. ആ നിലക്കു ചില വ്യാമോഹങ്ങൾ വെച്ചു പുലർത്തുകയാണ്. മരണാനന്തര ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടുത്താൻ ഒരുപാട് ആളുകളുണ്ട്. ഇവിടെ നടക്കുന്നത് പോലെ സ്വാധീനമുണ്ടെങ്കിൽ അവിടെയും രക്ഷപ്പെടാൻ നമുക്ക് ആളുകളെ സ്വാധീനിക്കുകയേ വേണ്ടൂ. അതിനുവേണ്ട സംവിധാനങ്ങൾ അവിടെയുമുണ്ട് എന്ന് മനസ്സിലാക്കി പാരത്രികമായ ജീവിതത്തെ പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാതെ അതിസംബദ്ധമായ ഊഹാപോഹങ്ങളും വ്യാമോഹങ്ങളും വെച്ചു പുലർത്തിക്കൊണ്ട് പകൽക്കിനാവും കണ്ടുകൊണ്ട് നടക്കുന്ന ഒരു പറ്റം ആളുകൾ, അവരും യഥാർത്ഥമായ സരണിക്ക് പുറത്താണ്. വേറെ ചില ആളുകൾ പരലോകം ഉണ്ട് എന്ന തത്വത്തിൽ അവർ അംഗീകരിക്കുന്നു.
പാരത്രികമായ ജീവിതത്തിന്റെ രക്ഷാശിക്ഷകളെ സംബന്ധിച്ച് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ അവർ അംഗീകരിക്കുന്നു. പക്ഷേ ജീവിതം ആ വിശ്വാസത്തെ അതിനെ യോജിക്കുന്ന നിലക്ക് ഒരിക്കലും തരപ്പെടുത്തിയിട്ടില്ലാത്തവരാണ് സമൂഹം. പരലോകമുണ്ടെന്ന് പറയുകയല്ലാതെ ആ ബോധം തന്റെ ജീവിതത്തിൽ കാണാനില്ല, തന്റെ വാക്കുകളിൽ അത് കാണുന്നില്ല, തന്റെ നോക്കുകളിൽ, തന്റെ പ്രവർത്തനങ്ങളിൽ, തന്റെ വിചാരവികാരങ്ങളിൽ ആ ഒരു ബോധം അവനെ നിയന്ത്രിക്കുന്നില്ല. പരലോകമുണ്ടെന്നവൻ നാവുകൊണ്ട് പറയുന്നു എന്നതല്ലാതെ തത്വത്തിൽ അവനും പരലോക നിഷേധിയെ പോലെ താൻ തോന്നിയായി ജീവിക്കുകയാണ്. അവരും യഥാർത്ഥ സരണിയുടെ പടിക്ക് പുറത്താണ്. മറ്റൊരു വിഭാഗം ആളുകളുണ്ട്, അവർ മഹാന്മാരാണ്, വലിയ സൗഭാഗ്യം കിട്ടിയിട്ടുള്ള ആളുകളാണ്. അവർ പരലോകത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവന്റെ വിശുദ്ധ ഖുർആനിൽ എന്താണോ പറഞ്ഞത് അതപ്പടി വിശ്വസിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ വിവരിച്ചു തന്നത് അതും അവർ അപ്പടി വിശ്വസിക്കുകയാണ്. അവരുടെ യുക്തിക്ക് യോജിക്കട്ടെ, അവരുടെ യുക്തിയുമായി വിയോജിക്കട്ടെ, യുക്തിയുടെ അളവുകോല് കൊണ്ട് അത് മാനദണ്ഡമാക്കിക്കൊണ്ടല്ല അവർ അദൃശ്യമായ ലോകത്ത് നടക്കാൻ പോകുന്ന സംഭവ വികാസങ്ങളെ നോക്കിക്കാണുന്നത്. അള്ളാഹു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാളിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്റെ ബുദ്ധിക്ക് യോജിക്കട്ടെ, വിയോജിക്കട്ടെ, ആമന്നാ വസല്ലംനാ, ഞങ്ങളത് വിശ്വസിച്ചിരിക്കുന്നു, അംഗീകരിച്ചിരിക്കുന്നു എന്ന നിലപാട് ജീവിതത്തിൽ മുറുകെ പിടിക്കുകയും അത് വാക്കിൽ മാത്രം ഒതുക്കാതെ അവരുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ആ ഒരു നാളിനെ സംബന്ധിച്ചുള്ള ചിന്ത അവരെ സദാ അടക്കി ഭരിക്കുകയും ആ ഒരു നാളിനെ സംബന്ധിച്ചുള്ള ബോധം കാരണത്താൽ ഹറാമുകളിൽ നിന്ന് പരമാവധി അവർ വിട്ടുനിൽക്കുകയും ആ ഒരു ജീവിതത്തെ കുറിച്ചുള്ള ബോധം നിമിത്തം അള്ളാഹു അവനോട് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെ ജീവിതത്തിൽ അവൻ വളരെ ശുഷ്കാന്തിയോടുകൂടി നിലനിർത്തുകയും ചെയ്യുന്നതിൽ സജീവമായ ശ്രദ്ധ പതിപ്പിക്കുന്ന സൗഭാഗ്യവാന്മാരാണ് നാലാമത്തെ വിഭാഗം ആളുകൾ. അർഹമുർറാഹിമീനായ നാഥ, ഈ നാലാമത് പറഞ്ഞ വിഭാഗത്തിൽ സാധുക്കളായ ഞങ്ങളെയെല്ലാം നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ. അർഹമുർറാഹിമീനായ നാഥ, നിന്റെ പരലോകത്തെ കുറിച്ച് നീ എങ്ങനെയാണ് പറഞ്ഞു തന്നിട്ടുള്ളതെങ്കിൽ, നിന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് എങ്ങനെയാണ് വിവരിച്ചു തന്നിട്ടുള്ളതെങ്കിൽ അത് ഞങ്ങളുടെ പരിമിതമായ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നതാവട്ടെ അല്ലാത്തതാവട്ടെ മുഴുവൻ അംഗീകാര മനസ്സോടുകൂടി സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ മുഴുവൻ തഖ്വയിൽ അധിഷ്ഠിതമായ നിലക്ക് ശുദ്ധീകരിക്കുന്ന നല്ലവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തേണമേ നാഥ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടുന്ന ഏറ്റവും വലിയ പ്രാർത്ഥന അതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, എന്താണ് പരലോകത്തിന്റെ കാര്യം എന്ന് ചോദ്യം ചെയ്യുന്ന വിഡ്ഢികളുണ്ട്. പാരത്രിക ലോകം എന്ന് പറയുന്ന ഒരു ലോകം അനാവശ്യമാണ്. എന്തിനങ്ങനെ ഒരു ലോകം എന്ന് ചോദിക്കുന്ന ആളുകളോട് ആയത്തുകളും ഹദീസുകളും ഒന്നും നിരത്താതെ തന്നെ സാമാന്യ ബുദ്ധി അവൻ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അവൻ അംഗീകരിക്കേണ്ടി വരുന്നു മരണാനന്തരം ഒരു ജീവിതമില്ലാതെ നിവൃത്തിയില്ല എന്ന്. കാരണം ഈ ലോകത്ത്, പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്മാരെല്ലാം ഏതെല്ലാം രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്, കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരുണ്ട്, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്, പീഡിപ്പിക്കപ്പെടുന്ന പാവങ്ങളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും തങ്ങളുടെ ആവശ്യങ്ങൾ പോലും മാറ്റിവെച്ചുകൊണ്ട്, മറന്നുകൊണ്ട് മറ്റുള്ളവർക്ക് പരോപകാരം ചെയ്യാൻ, അവർക്ക് വേണ്ടി സഹായ സഹകരണങ്ങൾ നടത്താൻ, അവരുടെ ആവശ്യ നിവൃത്തിക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങളിൽ അണിചേരാൻ കൈമൈ മറന്നുകൊണ്ട് വളരെയേറെ ക്ഷീണിച്ചധ്വാനിച്ച് പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് നിഷ്കളങ്കരായ ആളുകൾ ഈ ലോകത്തില്ലേ? ഈ ലോകത്ത് അവർക്കൊക്കെ കൊടുക്കാനുള്ള സംവിധാനം, പ്രതിഫലത്തിന്റെ സംവിധാനം എന്തുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ കൈകളിൽ? വിശുദ്ധ ഖുർആൻ ഒരു കാര്യം പറഞ്ഞില്ലേ? അണുത്തൂക്കം നന്മ ചെയ്താൽ അതിന്റെ പ്രതിഫലം കിട്ടണം, അണുത്തൂക്കം തിന്മ ചെയ്താൽ അതിന്റെയും പ്രതിഫലം കിട്ടണം. അങ്ങനെ ഒരു നാള് ആവശ്യമാണെന്നാണ് ഖുർആൻ പറയുന്നത്. فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. ആര് അണുത്തൂക്കം നന്മ ചെയ്തുവോ അതവൻ കാണും, ആര് അണുത്തൂക്കം തിന്മ ചെയ്തുവോ അതും അവൻ കാണുക തന്നെ ചെയ്യും. ഈ ലോകത്ത് ഒരണുത്തൂക്കം നന്മ കാണാൻ, അണുത്തൂക്കം തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണാൻ
അഥവാ അണുത്തൂക്കമാണെങ്കിലും, എത്ര ചെറിയ നിസ്സാരമായ തോതിലാണെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച പ്രതിഫലം കിട്ടാൻ, തിന്മ ഒരണുത്തൂക്കമാണ് ചെയ്തിട്ടുള്ളതെങ്കിലും അതിനനുസരിച്ച പ്രതിഫലം കിട്ടാൻ ഈ ലോകത്ത് എന്ത് സംവിധാനമാണ് പ്രിയപ്പെട്ടവരെ ഉള്ളത്? ഈ ലോകത്ത് അങ്ങനെ ഒരു സംവിധാനമുണ്ടോ? ഇവിടെ ആയിരക്കണക്കിന് ആളുകളെ കൊന്നു കുഴിച്ചു മൂടിയ, ലക്ഷങ്ങളെ ഗ്യാസ് ചാമ്പറിലിട്ട് ശ്വാസം മുട്ടിച്ചു കൊന്ന, ഈ ജീവിക്കുന്ന തലമുറക്ക് മാത്രമല്ല വരുന്ന ഒരു 10 തലമുറയുടെ ജീവിതത്തെ പോലും ബാധിക്കുമാറ് ബൗദ്ധികമായും ശാരീരികമായും ജൈവപരമായുമൊക്കെ അവരുടെ ശാരീരികമായ വളർച്ചക്ക് വിഘാതമുണ്ടാക്കുന്ന, അംഗവൈകല്യമുണ്ടാക്കുന്ന ഒട്ടേറെ നൂറുകണക്കിന് രാസായുധങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യന്മാരെ, കോടിക്കണക്കിന് മനുഷ്യന്മാരെ ശിക്ഷയുടെ കുടിനീര് അനുഭവിപ്പിച്ചിട്ടുള്ള തെമ്മാടികളും ധിക്കാരികളുമൊക്കെ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇവർക്കൊക്കെ കൊടുക്കാൻ എന്താണ് ഈ ലോകത്ത് സംവിധാനമുള്ളത് ശിക്ഷയായിട്ട്? അതുപോലെ തന്നെ ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്തിയ ഒരുപാട് വലിയ വലിയ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അവർക്കൊക്കെ ഈ ലോകത്ത് പ്രതിഫലം കൊടുക്കാൻ എന്ത് വേദിയാണ് ഈ ലോകത്തുണ്ടായിട്ടുള്ളത്? ഒരാളെ കൊന്നവനും 10,000-ങ്ങളെ കൊന്നവനും ലക്ഷങ്ങളെ കൊന്നവനും എല്ലാ തട്ടുമുട്ടുകളും കഴിഞ്ഞ് പിടിക്കപ്പെട്ട് കോടതിയുടെ മുമ്പിൽ, നീതിപീഠത്തിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടാൽ ഈ ലോകത്തുള്ള രാഷ്ട്രീയക്കാരന്റെ ശഫാഅത്തും അവന്റെ റെക്കമെൻഡും അവന്റെ പണത്തിന്റെ സ്വാധീനവും ആൾ സ്വാധീനവും അതുപോലെ തന്നെ എല്ലാ സ്വാധീനങ്ങളും കഴിച്ച് എല്ലാ നിലക്കും വാചാലരായ വക്കീലന്മാരുടെ വാക്പയറ്റുകളുടെ മുമ്പിലെല്ലാം തോറ്റ് അവസാനം നീതിപീഠത്തിന്റെ കസേരയിലിരിക്കുന്ന ജഡ്ജിക്ക് ഇയാൾ കുറ്റവാളിയാണെന്ന് ബോധ്യമായാൽ തന്നെ നൽകാവുന്ന മാക്സിമം ശിക്ഷ എന്താണ്? അയാളെ കൊല്ലുക. അത് തന്നെയും പലപ്പോഴും ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഒരുപാട് ഇടത്തട്ടുകാരുടെ സ്വാധീനങ്ങളിലൂടെ പലപ്പോഴും അത് നടക്കാതെ കുറ്റവാളി ചിരിച്ചു കളിച്ചുല്ലസിച്ച് നാട് മുഴുവൻ അവൻ ഉല്ലസിച്ച് തിമർത്താടും. ഈ ലോകത്ത് എന്തുണ്ട് സംവിധാനം? നന്മ ചെയ്തവന്, ജോലി ചെയ്തവന് കൂലി കിട്ടണം എന്നത് ഏത് മനുഷ്യന്റെ മനസ്സിനാണ് ഉൾക്കൊള്ളാനാവാത്തത്? ആർക്കാണതറിയാത്തത്? ജോലി എടുത്തവന് കൂലി കിട്ടണം, ജോലി ചെയ്യാത്തവന് കൂലിയോ? ജോലി ചെയ്തവൻ അതിന്റെ പ്രതിഫലം കിട്ടണ്ടേ? അതിന് ഈ ലോകത്തെന്താണ് സംവിധാനം? അണുത്തൂക്കം നന്മ കാണാൻ ഇവിടെ എന്താണ് സംവിധാനം? അണുത്തൂക്കം തിന്മ കാണാൻ ഇവിടെ എന്താണ് സംവിധാനം? ഇല്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു പേര് നിശ്ചയിച്ചിട്ടുള്ളത്. നന്മ അണുത്തൂക്കം ചെയ്താലും അതിനനുസരിച്ച പ്രതിഫലം. ഒരുപാട് ചെയ്തവൻ ഒരുപാട് പ്രതിഫലം. 1000-ങ്ങളെ കൊന്നവനും ഒരാളെ കൊന്നവനും ഈ ലോക കോടതിയിൽ കൊടുക്കാവുന്ന ശിക്ഷ മാക്സിമം വധശിക്ഷയാണെങ്കിൽ അത് നീതിയല്ലല്ലോ. 1000-ങ്ങളെ കൊന്നവന് 1000 വട്ടം ശിക്ഷ കിട്ടാൻ ഈ ലോകത്തെന്ത് സംവിധാനമാണുള്ളത്? അതുകൊണ്ട് അങ്ങനെ ഒരു ലോകം ഉണ്ടായേ പറ്റൂ. അവിടെ ഇടത്തട്ടുകാർക്ക് സ്ഥാനമുണ്ടാകരുത്, അവിടെ ജനസ്വാധീനം നടപ്പിലാവരുത്, അവിടെ പണക്കാരന്റെ പണം ഉപയോഗപ്പെടരുത്, അവിടെ സ്വാധീനമുള്ളവന്റെ സ്വാധീനം പ്രയോജനപ്പെടരുത്. അങ്ങനത്തെ ഒരു നാള് ആവശ്യമാണ്. അത് നിശ്ചയിച്ച് തന്നവനായ അല്ലാഹു, ആ അല്ലാഹുവിനെ ദിനം പ്രതി ഞാനും നിങ്ങളുമൊക്കെ അങ്ങനെ നീ ഒരു ദിവസം നിശ്ചയിച്ചു തന്നല്ലോ റബ്ബേ. അതുകൊണ്ട് നിനക്കാണ് സർവസ്തുതിയും എന്ന് ഞാനും നിങ്ങളും അതാ ദിനേന പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏതധ്യായത്തിലൂടെ? സൂറത്തുൽ ഫാത്തിഹയിലൂടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവലോക രക്ഷിതാവായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. എന്തേ നമ്മൾ റബ്ബുൽ ആലമീനെ സ്തുതിക്കാൻ കാരണം? അവൻ റഹ്മാനിർ റഹീം, സർവസൃഷ്ടികളോടും കരുണ ചെയ്യുന്ന പരമകാരുണികനാണ്. അതുപോലെ തന്നെ നല്ല രൂപത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടുള്ള വിശ്വാസികൾക്ക് വേണ്ടി അവന്റെ കാരുണ്യത്തിന്റെ എല്ലാ 99 അംശങ്ങളും പരലോക കോടതിയിലേക്ക് നീട്ടിവെച്ചുകൊണ്ട് വിശ്വാസികളായ ആളുകളോട് പ്രത്യേകം റഹ്മത്ത് ചെയ്യുന്ന റഹീമാണവൻ. പിന്നെ പറയുന്നത് എന്താണ്? മാലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിന്റെ ഉടമയും അവൻ തന്നെയാണല്ലോ. പ്രതിഫല നാള് എന്ന് പറയുന്ന ഒരു നാളവൻ നിശ്ചയിച്ചില്ലേ? അതിന് അല്ലാഹുവേ നിനക്ക് സ്തുതി. നമ്മളെ മനസ്സിൽ പല വിഷമങ്ങൾ ഉണ്ടാകുമ്പോ, പലരും നമ്മെ പീഡിപ്പിക്കുമ്പോ, പലരും ഇവിടെ പ്രയാസപ്പെടുത്തുമ്പോ നമ്മുടെ മനസ്സ് പൊട്ടിക്കൊണ്ട് പറയാറുണ്ട്, ഒരു ലോകമുണ്ടല്ലോ,
ഒരു ലോകം വരാനുണ്ടല്ലോ. അന്നിവന്റെ പണം വില പോവില്ലല്ലോ, അന്നിവന്റെ സ്വാധീനം വില പോവില്ലല്ലോ, അന്നിവന്റെ നേതാക്കൾ ഉണ്ടാവില്ലല്ലോ. അന്ന് എനിക്ക് നീതി കിട്ടും, അന്നെനിക്ക് നീതി കിട്ടും, അതെന്റെ റബ്ബിന്റെ കോടതിയാണ് എന്ന് സമാധാനിച്ചുകൊണ്ട് ആ ബോധത്തോടുകൂടി ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ക്ഷമിക്കുന്ന ആയിരക്കണക്കിന് വിശ്വാസികളില്ലേ, അവരുടെ ഒക്കെ പ്രതീക്ഷ എന്താണ്? ഒരു നിലക്കുള്ള ഇടത്തട്ടുകാരുടെയും സ്വാധീനമില്ലാതെ സമ്പൂർണമായി നീതി കിട്ടുന്ന ഒരു നാള് പരലോകമുണ്ടല്ലോ. അവിടെ എനിക്ക് സുഖമുണ്ടാകും, അവിടെ എനിക്ക് നീതി കിട്ടും, അവിടെ എന്നോട് റബ്ബൊരിക്കലും അനീതി ചെയ്യുന്നവനല്ലല്ലോ. നിന്റെ റബ്ബ് അടിമകളോട് ഒരു നിലക്കും അണുത്തൂക്കം പോലും അനീതി ചെയ്യുന്നവനല്ല. വലാ യദ്ലിമു റബ്ബുക അഹദാ, നിന്റെ റബ്ബ് ഒരാളോടും അനീതി ചെയ്യുന്നവനല്ല. ആ നിലക്ക് നീതിമാനാണ് അല്ലാഹു. അവൻ അഹ്കമുൽ ഹാക്കിമീനാണ്, ഏറ്റവും വലിയ നീതിയോടുകൂടി വിധി നടത്തുന്ന വിധികർത്താവാണ്. അതുകൊണ്ട് ആ നിലക്കുള്ള ഒരു സംവിധാനമാണ് അല്ലാഹു ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിനാണ് പരലോകം അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത്. അതാണ് ഖുർആൻ നമ്മളോട് ചോദിക്കുന്നത്. എന്ത്? അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു ചോദിക്കുകയാണ്, ഓ മനുഷ്യന്മാരെ, നിങ്ങൾ വിചാരിച്ചു പോയോ, നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടോ, അന്നമാ ഖലഖനാകും അബസാ, ഞാൻ നിങ്ങളെ ഈ ഭൂമിയിലേക്ക് വെറുതെ ഒരു ലക്ഷ്യവുമില്ലാതെ വെറുതെ നിങ്ങളെ കുറെ ആളുകളെ ഈ ഭൂമിയിലേക്ക് അങ്ങ് പടച്ചു വിട്ടതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വഅന്നകും, നിശ്ചയമായും നിങ്ങളൊക്കെ ഇലൈനാ, നമ്മുടെ അടുത്തേക്ക് തന്നെ, ലാ തുർജഊൻ, മടക്കപ്പെടുന്നവരല്ല. നിങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്കാമെന്നും കണക്ക് പറയേണ്ടി വരില്ല എന്നുമൊക്കെ നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ തെറ്റിപ്പോയി. ഖുർആൻ വീണ്ടും ചോദിക്കുകയാണ്, അയഹ്സബുൽ ഇൻസാനു അൻ യുത്റക സുദാ, മനുഷ്യൻ വിചാരിച്ചുവോ, അവൻ വിചാരിക്കുന്നുണ്ടോ, അൻ യുത്റക സുദാ, വെറുതെ അങ്ങ് വിടപ്പെടുമെന്ന്, വെറുതെ വിടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ഖുർആൻ ചോദിക്കുന്നുണ്ട്, അം നജഅലുൽ ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി കൽ മുഫ്സിദീന ഫിൽ അർദി അം നജഅലുൽ മുത്തഖീന കൽ ഫുജ്ജാർ. സൂറത്തു സ്വാദിലെ 28-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു ചോദിക്കുന്നു, സത്യവിശ്വാസം സ്വീകരിക്കുകയും ആ വിശ്വാസത്തിനനുസരിച്ചുകൊണ്ട് നല്ല നല്ല പ്രവൃത്തികളൊക്കെ നിർവഹിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളെ കൽ മുഫ്സിദീന ഫിൽ അർദി, ഭൂമിയിൽ തെമ്മാടിത്തം പ്രവർത്തിക്കുന്ന കുഴപ്പക്കാരെ പോലെ നാം അവരെ രണ്ടു കൂട്ടരെയും ഒരുപോലെയാക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അം നജഅലുൽ മുത്തഖീന, ബക്രിയോടുകൂടി ജീവിക്കുന്ന ഭക്തന്മാരെ നാം ആക്കുമെന്നും കൽ ഫുജ്ജാർ, തെമ്മാടികളായി ജീവിച്ചവരും അവരും ഒരുപോലെ ഈ ലോകത്ത് കഴിഞ്ഞോട്ടെ എന്ന്, അവരും ഇവരും ഒരുപോലെ തന്നെ എന്ന് നാം അങ്ങനെ വിചാരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ് സംവിധാനിച്ചിട്ടുള്ളത് എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ ചോദ്യമാണ്. എന്തിനാത്? അങ്ങനെ ആരും വിചാരിക്കണ്ട. മുഅ്മിനീങ്ങൾക്ക് നീതി കിട്ടണം, സൽക്കർമ്മം പ്രവർത്തിച്ചവർക്ക് നീതി കിട്ടണം, രാജ്യത്ത് ഫസാദ് ഉണ്ടാക്കിയവർക്ക് അതിന്റെ ശിക്ഷ കിട്ടണം, മുത്തഖീങ്ങൾക്ക് അല്ലാഹുവിന്റെ കോടതിയിൽ വലിയ നീതി കിട്ടണം, പ്രതിഫലം കിട്ടണം, തെമ്മാടികൾക്ക്, ധിക്കാരികൾക്ക്, താന്തോന്നികൾക്ക് അതിനനുസരിച്ച കടുത്ത ശിക്ഷ കിട്ടണം. അതിന് ഈ ലോകത്ത് സംവിധാനമില്ല, ഈ ലോകത്ത് സംവിധാനമില്ല. അതുകൊണ്ടല്ലേ വലിയ വലിയ ഭീകരവാദികളും കുറ്റവാളികളും ഒക്കെ പുറത്ത് വലസുമ്പോ, ഒരുപാട് നിരപരാധികളായ ആളുകൾ കൽത്തുറുങ്കിൽ അടക്കപ്പെടുമ്പോ ഈ ലോകത്ത് നീതിയുടെ സംവിധാനങ്ങളുണ്ടോ? ആരാണ് കുറ്റവാളി എന്നറിയാൻ, മനസ്സറിയാൻ ഈ ലോകത്ത് എന്താണ് സംവിധാനമുള്ളത്? മനസ്സ് വായിച്ചുകൊണ്ട് പ്രതിഫലം കൊടുക്കാൻ ഒരു ലോകം വേണ്ടേ? ഇവിടെയതാ ഒരു തൊഴിൽശാലയിൽ പണിയെടുക്കുന്ന 10 തൊഴിലാളികൾ ഉണ്ടെങ്കിൽ ആ തൊഴിലിന് പ്രതിഫലം കൊടുക്കുമ്പോൾ, മാസാന്തം അതിന് പ്രതിഫലം വേതനം കൊടുക്കുമ്പോൾ തുല്യമായ പ്രതിഫലം 10 തൊഴിലാളികൾക്കും ഒരേ രൂപത്തിൽ മുതലാളി നൽകുമ്പോ ആ കൂട്ടത്തിൽ തന്നെ കമ്പനിയോട് വളരെ ആത്മാർത്ഥത പുലർത്തിക്കൊണ്ട് താൻ ചെയ്യുന്ന ജോലിയിൽ കൂറു പുലർത്തിക്കൊണ്ട് അധ്വാനിച്ച തൊഴിലാളികളുണ്ട്.
അതേ അവസരത്തിൽ കമ്പനിയുടെ ഉടമയെ പഴി പറഞ്ഞുകൊണ്ട് അയാളെ മോശക്കാരനാക്കി ചിത്രീകരിച്ചുകൊണ്ട് എടുക്കുന്ന പണിയിൽ ഒരു ആത്മാർത്ഥതയുമില്ലാതെ നേരം കളഞ്ഞ് അങ്ങുമിങ്ങും നിന്നുകൊണ്ട് ശമ്പളം വാങ്ങിയ തൊഴിലാളികളുമുണ്ട്. പക്ഷേ ആർക്കാണ് ഒരാളുടെ മനസ്സ് നോക്കിയിട്ട് കൂലി കൊടുക്കാൻ ഈ ലോകത്ത് സംവിധാനമുള്ളത്? അതുകൊണ്ട് മനസ്സ് നോക്കിയിട്ട് കൂലി കൊടുക്കണ്ടേ? ആത്മാർത്ഥതയോടുകൂടി ചെയ്തവന് ആ കൂലി കിട്ടണ്ടേ? ആത്മാർത്ഥതയില്ലാതെ പ്രവർത്തിച്ചവൻ അതിനനുസരിച്ചും കിട്ടണ്ടേ? അതിനുള്ള സംവിധാനം ഈ ലോകത്ത് ഇല്ലല്ലോ. കാരണം ഈ ലോകത്ത് ഭരിക്കുന്ന ഒരു കോടതിയിലെ ഒരു ജഡ്ജിക്കും ഒരു ഖാദിക്കും മനുഷ്യ മനസ്സുകൾ അറിയാൻ സംവിധാനമില്ലല്ലോ. ഇവിടെ മനുഷ്യന്റെ മനസ്സറിയാൻ ആർക്കാ കഴിയുക? മനസ്സറിയാൻ കഴിവുള്ള ഹാക്കിം അല്ലാഹ് മാത്രമാണ്. മനസ്സറിഞ്ഞ് കൂലി കൊടുക്കാൻ കഴിവുള്ള ഹാക്കിം അല്ലാഹ് മാത്രമാണ്. അതുകൊണ്ടതാ പരലോക കോടതിയിൽ ഒരേ ഇമാമിന്റെ പിന്നിൽ തന്നെ ഒരേ സൊഫിൽ നിസ്കരിച്ച ആളുകൾക്ക് മഹ്ശറിലെത്തുമ്പോ നിസ്കാരത്തിന്റെ കൂലി കിട്ടുമ്പോ വ്യത്യസ്ത നിലക്കല്ലേ കിട്ടുന്നത്? ഒരേ വർഷം പരിശുദ്ധ റമദാനിൽ നോമ്പെടുത്ത ആളുകൾക്ക് പരലോകത്ത് നോമ്പിന്റെ പ്രതിഫലം കിട്ടുമ്പോ വ്യത്യസ്ത നിലക്കല്ലേ കിട്ടുന്നത്? ഒരേ വർഷത്തിൽ പവിത്രമായ ഹറമുകളിൽ പോയിട്ട് ഹജ്ജും ഉംറയും നിർവഹിച്ച് വന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് അള്ളാന്റെ കോടതിയിലെത്തുമ്പോ പ്രതിഫലം കിട്ടുമ്പോ ഒരേ രൂപത്തിലല്ലല്ലോ കിട്ടുന്നത്. ആർക്കാണ് ആത്മാർത്ഥതയോടുകൂടി ഹജ്ജ് ചെയ്യാൻ സാധിച്ചത്? ആരാണ് വളരെ കൃത്യനിഷ്ഠയോടുകൂടെ നമസ്കരിച്ചത്? മനസ്സ് വായിക്കാൻ ഈ ലോകത്ത് സംവിധാനമില്ല. അതുകൊണ്ട് അതിന് സംവിധാനമുള്ള ഒരു ലോകം വേണം. അതാണ് യൗമുദ്ദീൻ. അവിടെ ഒരാൾക്ക് ഒരു നിലക്കുമുള്ള സ്വാധീനമില്ല. അതാണ് ഖുർആൻ ചോദിക്കുന്നത്, വമാ അദ്റാക മാ യൗമുദ്ദീൻ സുമ്മ മാ അദ്റാക മാ യൗമുദ്ദീൻ യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈആ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. പ്രതിഫലനാളെന്നാൽ എന്തെന്ന് നിനക്കറിയാമോ? പിന്നെയും ചോദിക്കുന്നു, പ്രതിഫലത്തിന്റെ ദിവസത്തിന്റെ പ്രത്യേകത നിനക്കറിയാമോ? എന്നിട്ട് അല്ലാഹ് തന്നെ അതിന് മറുപടിയും പറയുന്നു, യൗമ, ആ ദിവസത്തിന്റെ പ്രത്യേകത, ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈആ, ഒരാളും ഒരാൾക്ക് വേണ്ടി ഒന്നും ഉടമപ്പെടുത്താത്ത ദിവസമാണ്. വൽ അംറു യൗമഇദിൻ ലില്ലാഹ്, അന്നത്തെ മുഴുവൻ അധികാരവും കാര്യങ്ങളുമൊക്കെ അല്ലാഹുവിന് തന്നെ. അതാണ് യൗമുദ്ദീൻ. അതുണ്ട് എന്നതാണ് നമ്മുടെ മനസ്സിലെ വലിയ ആശ്വാസം. അതുണ്ട് എന്നതാണ് നമ്മെ നാമാക്കുന്നത്. അതുണ്ട് എന്നതുകൊണ്ടാണ് നാം വ്യഭിചരിക്കാത്തത്, അതുള്ളത് കൊണ്ടാണ് മദ്യപിക്കാത്തത്, അതുള്ളത് കൊണ്ടാണ് പലിശ വാങ്ങാത്തത്. ആ ബോധമുള്ളത് കൊണ്ടാണ് ജീവിതത്തിൽ മനസ്സ് മോഹിക്കുന്ന പലതിൽ നിന്നും വിട്ടുനിൽക്കുന്നത്. അതേ അവസരത്തിൽ അങ്ങനെ ഒരു സംവിധാനമില്ലെങ്കിലോ, ഈ ലോകത്തെ മനുഷ്യൻ മൂട്ടയെ പോലെ, എരിയെ പോലെ, കൊതുകിനെ പോലെ ജീവിച്ചങ്ങ് മരിച്ചതോടുകൂടി മണ്ണടിഞ്ഞ് തീരുകയാണെങ്കിൽ ഈ ലോകത്ത് നന്മ ചെയ്തിട്ടെന്താ പ്രതിഫലമുള്ളത്? തിന്മ ചെയ്തവന് ആരെയാ ഭയപ്പെടാനുള്ളത്? അതുകൊണ്ട് നന്മക്ക് തുല്യമായ പ്രതിഫലം കിട്ടണമെങ്കിൽ, തിന്മക്ക് തുല്യമായ ശിക്ഷ കിട്ടണമെങ്കിൽ പരലോകമുണ്ടായേ തീരൂ. അങ്ങനെ മനസ്സറിയുന്ന, മനസ്സറിഞ്ഞ് പ്രതിഫലം കൊടുക്കുന്ന ഒരു നാളുണ്ടായേ മതിയാകൂ. അങ്ങനെയാണ് ഈ ലോകത്ത് നല്ലവരായിട്ട് നമ്മുടെയൊക്കെ മനസ്സിൽ തോന്നിയിരുന്ന പലരും പരലോകത്തെത്തുമ്പോൾ അവർ നരകത്തിയിലാണ് വീഴുന്നത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കാരണം എന്താ? നമ്മുടെയൊക്കെ കണ്ണിൽ അവർ നല്ലവരാണ്, പക്ഷേ നമുക്കവരുടെ പുറത്തേക്കുള്ള പ്രവർത്തനമേ കാണാൻ പറ്റിയുള്ളൂ. മനസ്സ് വായിക്കാൻ എനിക്കും നിങ്ങൾക്കുമൊന്നും സാധിച്ചില്ലല്ലോ. മനസ്സ് വായിക്കാൻ റബ്ബിന് കഴിയുമല്ലോ. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ, കണ്ണുകളുടെ കട്ടുനോട്ടങ്ങളെ പോലും അല്ലാഹു അറിയുന്നുണ്ട്. വമാ തുഖ്ഫിസ് സുദൂർ, ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെക്കുന്ന രഹസ്യങ്ങളും അല്ലാഹു അറിയുന്നു. അതവിടെ പരലോകത്താണ് ബോധ്യാവാണ്. അതിനനുസരിച്ചാണ് പ്രതിഫലം കൊടുക്കുകയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് മുസ്ലിമീങ്ങളെ നിങ്ങൾ ഈ പരലോകം എന്ന് പറയുന്ന നാളിനെ പറ്റി പറഞ്ഞ് പേടിപ്പിക്കുന്നത്? അതിന്റെ കാര്യം എന്താണെന്ന് ചോദിക്കുന്ന യുക്തിവാദി എന്ന് പേരിട്ട് നടക്കുന്ന യുക്തി തീരെ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ബുദ്ധിഹീന വർഗത്തോട് പറയാനുള്ളത് എന്താണ്? നിങ്ങൾ ഈ ഭൂമിയിൽ ജോലി ചെയ്താൽ കൂലി കിട്ടണ്ടേ? ഇവിടെ കൂലിയുടെ സംവിധാനം എന്താ ഉള്ളത്? അവനോട് ചോദിക്കണം, ആയിരങ്ങളെ കൊന്നവനെ 1000 വട്ടം ശിക്ഷിക്കാൻ
ഈ ഭൗതിക കോടതിയിൽ എന്താ സംവിധാനം? ഒരാളെ കൊന്നവനെയും കൊല്ലുന്നു, ആയിരങ്ങളെ കൊന്നവനെയും കൊല്ലുന്നു. ഇത് അനീതിയല്ലേ? ആയിരങ്ങളെ കൊന്നവന് അതിനനുസരിച്ച ശിക്ഷ കിട്ടണ്ടേ? അത് നമ്മുടെ മനസ്സ് പറയുന്നില്ലേ? ആയിരങ്ങളെ രക്ഷപ്പെടുത്തിയവനും ഒരാളെ രക്ഷപ്പെടുത്തിയവനും ഒരേ പ്രതിഫലം കിട്ടിയാൽ മതിയോ? പോരല്ലോ, സംവിധാനം വേണ്ടേ? അതാണ് പരലോകമെന്ന് പറയുമ്പോ ആ കൃത്യമായി സാമാന്യമായ ബുദ്ധിയെങ്കിലും ഉള്ളവന് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. പരലോകം എന്ന ഒരു നീതിയുടെ ലോകം അത്യാവശ്യം തന്നെ. ഇതാണ് ഇസ്ലാമിന് അവതരിപ്പിക്കാനുള്ള ഒന്നാമത്തെ ന്യായം. ഇനിയതാ നേരത്തെ പറഞ്ഞതുപോലെ ഖുർആൻ വേറെ ചില ആളുകൾക്ക് മറുപടി പറയുന്നു. അവരുടെ ചിന്താഗതി എന്താണ്? അവര് പറയുന്നത് മനുഷ്യനാകെ മരിച്ച് മണ്ണടിഞ്ഞ് എല്ലൊക്കെ നുരുമ്പിപ്പോയി എല്ലാം മണ്ണായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അതിൽ നിന്ന് മറ്റൊരു മനുഷ്യനെ ഇനി അള്ളാഹു ഉണ്ടാക്കുക? ഇങ്ങനെ അതിൽ നിന്ന് പിന്നെ ഒരു മനുഷ്യൻ പിന്നെയും ഉണ്ടാവുകയോ? പൂർവസ്ഥിതിയിൽ തന്നെ മനുഷ്യൻ പിന്നെയും ജനിക്കുമെന്നോ പിന്നെയും അവന് ഉണ്ടാക്കപ്പെടുമെന്നോ? ഹേയ്, അതൊന്നും ബുദ്ധിക്ക് യോജിക്കുന്നതല്ല. അതാണ് മനുഷ്യൻ പറയുന്നത്. അപ്പൊ ഖുർആൻ അവരോട് ചോദിക്കണം. ഖുർആൻ അത്തരക്കാരെ കൈകാര്യം ചെയ്തത് എങ്ങനെയാണ്? യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരേ, ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസി, പുനരുത്ഥാന നാളിനെ കുറിച്ച് നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ, മരണാനന്തരം ഇനിയും ഒരു ജീവിതമോ അതെങ്ങനെ സാധിക്കാനാണ് എന്ന് നിങ്ങൾ ആശങ്കയിലാണെങ്കിൽ, നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കണേ. ഫഇന്നാ ഖലഖനാകും മിൻ തുറാബ്, നിങ്ങളെ നാം മണ്ണിൽ നിന്നല്ലേ സൃഷ്ടിച്ചത്. സുമ്മ മിൻ നുത്ഫത്തിൻ, പിന്നീട് നിങ്ങളൊരു ബീജത്തുള്ളിയായില്ലേ. സുമ്മ മിൻ അലഖത്തിൻ, പിന്നീട് നിങ്ങൾ അതാ പ്രത്യേകമായ ഒരു പരുവത്തിലേക്ക് നിങ്ങൾ മാറിപ്പോയി. സുമ്മ മിൻ മുദ്ഗത്തിൻ മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖത്തിൻ, രൂപം നൽകപ്പെട്ടതും നൽകപ്പെടാത്തതുമായ മാംസപിണ്ഡമായിട്ട് പിന്നെ നിങ്ങൾ മാറിയില്ലേ. ഇതൊക്കെ നിങ്ങൾക്ക് വിവരിച്ചു തരികയാണ്. പിന്നെയും അള്ള പറയുന്നു, അള്ള ഉദ്ദേശിക്കുന്ന ഒരു കാലാവധി വരെ മാതാക്കളുടെ ഗർഭാശയങ്ങളിൽ അവൻ അതിനെ ഇങ്ങനെ വളർത്തുന്നു. സുമ്മ നുഖ്രിജുകും തിഫ്ലാ, ഒന്നുമല്ലാതിരുന്ന നിങ്ങളിങ്ങനെ വ്യത്യസ്തങ്ങളായ പല ഘട്ടങ്ങളിങ്ങനെ ക്രമാനുഗതമായി തരണം ചെയ്തിട്ട് നിങ്ങളുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിച്ച കാലാവധി പൂർത്തിയായപ്പോൾ സുമ്മ നുഖ്രിജുകും തിഫ്ലാ, പിന്നീട് അവൻ നിങ്ങളെ ഒരു കുഞ്ഞായിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നു. ജനിച്ചു വീഴുമ്പോഴുള്ള സ്റ്റേജ് അല്ല പിന്നെ കാണുന്നത്. അതാ സുമ്മലി തബ്ലുഗു അശുദ്ധക്കും, നിങ്ങളതാ നിങ്ങളുടേതായ കാര്യത്തിന് ശേഷിയെത്തുന്ന ഒരവസ്ഥയിലേക്കാണ് പിന്നീട് നിങ്ങൾ പരിണമിക്കുന്നത്. വമിൻകും മയ്യുതവഫാ, അങ്ങനെ ജനിച്ചു വീഴുന്ന മനുഷ്യന്മാര് തന്നെ അതാ അവർക്ക് അല്ലാഹു അതാ ചിലരതാ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നു, പെട്ടെന്ന് തന്നെ അവർ മരിച്ചു പോകുന്നു. വമിൻകും, നിങ്ങളിൽ തന്നെയുണ്ട് ആയുസ്സിന്റെ അങ്ങേ തലയിലേക്ക് തള്ളിയിടപ്പെടുന്നവരും ഇല്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ. എത്രത്തോളം? എല്ലാം അറിഞ്ഞവരായിരുന്നു നിങ്ങൾ. പക്ഷേ ചില സ്റ്റേജിൽ, ചില പ്രായത്തിലേക്ക് നിങ്ങൾ അങ്ങോട്ട് തള്ളിയിടപ്പെട്ട് വാർദ്ധക്യത്തിന്റെ അങ്ങേ തലയിലെത്തിപ്പോയാൽ പിന്നെ നിങ്ങൾക്കൊന്നും അറിയില്ലല്ലോ. കുട്ടികളെ പോലെ കിടന്ന് മോണ കാട്ടി ചിരിക്കാനല്ലാതെ, കൈകാലുകൾ അനക്കാനല്ലാതെ ഒന്നും അറിയാത്ത ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ മാറുന്നില്ലേ? ഇങ്ങനെ നിങ്ങളുടെ ജീവിതം ഒന്നുമല്ലാത്തതില്ലെന്ന് ഈ ഒരവസ്ഥയിലേക്ക് ആക്കിയ റബ്ബിനുണ്ടോ നിങ്ങളെ ഇനിയും മറ്റൊരു കോലത്തിൽ മാറ്റിമറിക്കാൻ വല്ല പ്രയാസവും? ഇതാണ് ബുദ്ധിയിലൂടെയുള്ള പടച്ചവന്റെ ചോദ്യം. സ്വന്തം ശരീരത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞിട്ട് പറയാണ്, ഇനി നിന്നെ വേറൊരു സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹ്ക്ക് നിഷ്പ്രയാസം സാധിക്കും. അതുകൊണ്ടും നിർത്തിയില്ല. ഇനി ഖുർആൻ പറയാണ്, നിനക്ക് പരലോകം ഇനിയും വിശ്വാസമാകുന്നില്ലേ?
മരിച്ചതിന്റെ ശേഷം ഇനിയും നമ്മളെ ജീവിപ്പിക്കും എന്നത് ഉൾക്കൊള്ളാൻ ഇനിയും കഴിയുന്നില്ലേ മനുഷ്യ? നിനക്ക് നിന്നെപ്പറ്റി ചിന്തിച്ചിട്ടും നിനക്കത് ഉൾക്കൊള്ളാനാകുന്നില്ലേ? എങ്കിൽ നീ താമസിക്കുന്ന ഭൂമിയിലേക്കൊന്ന് നോക്കിക്കോ. ഭൂമിയെ നിനക്ക് കാണാം. ഹാമിദത്തൻ, അതതാ ശാന്തമായി, ഒന്നുമില്ലാതെ ഊഷര ഭൂമിയായി ആകെ കട്ടകീറി വിണ്ടുകീറി കിടക്കുന്ന ഭൂമി നീ കാണുന്നില്ലേ? ഒന്നും ആ ഭൂമിയിൽ കാണുന്നില്ല. ചെടികളില്ല, സസ്യലതാദികളില്ല, ഒന്നുമില്ലാതെ വരണ്ട് കട്ടകീറി വിണ്ടുകീറി കിടക്കുന്ന ഒരു മണ്ണ് നീ കാണുന്നില്ലേ? എന്നിട്ടോ മനുഷ്യ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഫൈദാ അൻസൽനാ അലൈഹാ, ആ മണ്ണിലേക്ക് നാം അങ്ങ് ഇറക്കി കൊടുത്താൽ ആ വെള്ളം, ആ മണ്ണിലേക്ക് മഴ കിട്ടിപ്പോയാൽ ഇഹ്തസ്സത്ത്, ആ ഭൂമി ഇളകുന്നത് നീ കാണുന്നില്ലേ? വറബത്ത്, അത് വികസിക്കുന്നത് നീ കാണുന്നില്ലേ? വഅംബതത്ത്, ആ ഭൂമി അതാ മുളപ്പിക്കുന്നത് നീ കാണുന്നില്ലേ? മിൻ കുല്ലി സൗജിൻ ബഹീജ്, കാണാൻ കണ്ണിന് നല്ല കൗതുകമുള്ള ഒട്ടേറെ സസ്യലതാദികളും പുഷ്പങ്ങളും എല്ലാം അതാ ഒന്നുമില്ലാതെ തരിശായി കിടന്നിരുന്ന ഊഷര ഭൂമിയിൽ നിന്ന് കണ്ണിന് കൗതുകമുള്ള നിലക്ക് സസ്യങ്ങളും പുഷ്പങ്ങളും ഒക്കെ അതാ മുള പൊട്ടി വരുന്നത് നീ കാണുന്നില്ലടോ മനുഷ്യ? അല്ലാഹുവിന്റെ ചോദ്യം. ഒന്നുമില്ലാത്ത ഭൂമി, ഒന്നുമില്ല, ശവമായി കിടക്കുന്ന, ചത്തുകിടക്കുന്ന മണ്ണ്, മഴ കിട്ടുമ്പോഴതാ അതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ സസ്യലതാദികളും അതുപോലെ തന്നെ പച്ചപ്പുമൊക്കെ. ചില സീസണുകളിൽ നോക്കിയാൽ കറുത്ത പാറക്കെട്ടുകളെ പോലെ മൊട്ടയായി കിടക്കുന്ന പർവ്വതങ്ങൾ. ചില സീസണുകളിൽ ഇങ്ങനെ ചെറിയ ചെറിയ ചാറ്റൽ മഴ കിട്ടുമ്പോഴതാ അവിടെ നല്ല പച്ചപ്പ്, ആകെക്കൂടി പച്ചപ്പായി കാണാൻ നല്ല കൗതുകം. ഇത് നീ കാണുന്നില്ലേ മനുഷ്യ? ഇത് നീ ചിന്തിച്ചോ? ദാലിക ബിഅന്നല്ലാഹ ഹുവൽ ഹഖ്, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവൻ സത്യവാനായ അല്ലാഹയാണ്. വഅന്നഹു യുഹീൽ മൗതാ, മരിച്ചവരെ അവൻ ജീവിപ്പിക്കും കേട്ടോ. വഅന്നഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് നീ മനസ്സിലാക്കി വെച്ചോ. വഅന്നസ്സാഅത, നിശ്ചയമായും അന്ത്യനാള്, ആതിയത്തുൻ, അത് വരിക തന്നെ ചെയ്യും. ലാ റൈബ ഫീഹാ, അതിൽ ഒരു സംശയവും വേണ്ട കേട്ടോ. വഅന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, യബ്അസു മൻ ഫിൽ ഖുബൂർ, ഖബറുകളിലുള്ളവരെ മുഴുവനും അവൻ പുറത്തേക്ക് കൊണ്ടുവരും കേട്ടോ. നീ ഭൂമിയിൽ ഒന്നുമില്ലാത്ത ഭൂമിയിലതാ കുറെ കഴിയുമ്പോ പലതും പുറത്തേക്ക് വരുന്നത് നീ കാണുന്നില്ലേ? അതുപോലെ ഇവിടെ എല്ലാം ഇവിടെ ചത്തടിഞ്ഞ് എല്ലാ മനുഷ്യരും മണ്ണിന്റെ ഉള്ളിലായി കഴിഞ്ഞ് അതാ പരലോകത്തിന്റെ ഒരു നാടിലേക്ക് സർവരും ഖബറിൽ നിന്ന് പുറത്തേക്ക് വരിക തന്നെ ചെയ്യും, സംശയം വേണ്ട. ഇങ്ങനെ ബുദ്ധിയിലൂടെ, യുക്തിയിലൂടെ, മനുഷ്യന്റെ സ്വന്തം ശരീരത്തെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞതിലൂടെ, അവൻ ജീവിക്കുന്ന ഭൂമിയെ കുറിച്ച് ആലോചിക്കാൻ പറഞ്ഞതിലൂടെ, ഈ ലോകത്ത് കാണുന്ന സംവിധാനങ്ങളെ കുറിച്ച് ആലോചിക്കാൻ പറഞ്ഞതിലൂടെ, നീതി കിട്ടണം എന്നത് മനുഷ്യന്റെ മോഹമാണെന്ന് ഉണർത്തിയതിലൂടെ, അനീതി എല്ലാവരും വെറുക്കുന്നു എന്ന സാമാന്യ തത്വത്തെ ഉണർത്തിയതിലൂടെ, സർവ മനുഷ്യരുടെയും മനസ്സിലേക്ക് അല്ലാഹു ഇട്ടുകൊടുക്കുന്ന കൽപ്പന എന്താണ്? പരലോക കോടതി സത്യം തന്നെ. അത് വരും കേട്ടോ, അത് വരാതിരിക്കില്ല, അത് വരും എന്ന ബോധം നിനക്ക് ഉറച്ചു വിശ്വസിക്കണം. പരലോകത്തെ കുറിച്ച് വിശ്വസിക്കുക മാത്രമല്ല, ഖുർആൻ പറഞ്ഞത് മുത്തഖീങ്ങളുടെ സ്വഭാവം എന്താണ്? വബിൽആഖിറതി ഹും യൂഖിനൂൻ, പരലോകത്തെ കുറിച്ച് അവർ ദൃഢമായി വിശ്വസിക്കുന്നവരാണ്, ഉറപ്പിക്കുന്നവരാണ്. കേവല വിശ്വാസം പോരാ, ഉറപ്പാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും, അത് സംഭവിക്കും, സംശയമേ ഇല്ല. ഈ നിലക്ക് എല്ലാ നിലക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു ബോധം മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാക്കി തീർക്കാനാണ് വിശുദ്ധ ഖുർആൻ ഒട്ടേറെ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ അവരോട് ചോദിക്കുന്നുണ്ട്, മനുഷ്യ നീ എന്താ നിന്നെ കുറിച്ച് വിചാരിച്ചത്? നീ ആരായിരുന്നു? ഈ ആകാശഭൂമികളൊക്കെ എത്ര വലിയ രൂപത്തിലുള്ള സംവിധാനങ്ങളാണ്. ഇതൊക്കെ പടച്ച റബ്ബിനുണ്ടോ? നിന്നെ ഒന്നുകൂടി പടക്കാൻ വല്ല പ്രയാസവും?
അല്ലാഹു ചോദിക്കുന്നു, അഅൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാഉ ബനാഹാ റഫഅ സംകഹാ ഫസവ്വാഹാ വഅഗ്തശ ലൈലഹാ വഅഖ്റജ ദുഹാഹാ വൽഅർള ബഅദ ദാലിക ദഹാഹാ അഖ്റജ മിൻഹാ മാഅഹാ വമർആഹാ മതാഅൻ ലക്കും വലിഅൻആമിക്കും. ഖുർആൻ പറയുന്നുണ്ട്, ഓ മനുഷ്യ, നീ നിന്നെ കുറിച്ച് ചിന്തിക്ക്. നിനക്കും നിന്റെ കാലികൾക്കുമൊക്കെ ഭക്ഷണത്തിനായി അല്ലാഹു നിശ്ചയിച്ച സംവിധാനങ്ങളെ കുറിച്ച് ചിന്തിക്ക്. ഒന്നുമില്ലായ്മയിൽ നിന്ന് അവയൊക്കെ ഉണ്ടായെങ്കിൽ, ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഇല്ലായ്മയിൽ നിന്ന് അവൻ സൃഷ്ടിച്ചുവെങ്കിൽ, ഓ നിന്നെ പടക്കാനാണോ അള്ളാഹുവിന് വല്ല പ്രയാസവും? അതവനൊരു പ്രയാസവും ഇല്ല കേട്ടോ. മാത്രമല്ല ഖുർആൻ പിന്നെയും പറയുന്നു എന്ത്? അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹു ഒരു കാര്യം ഉണ്ടാകണമെന്ന് ഉദ്ദേശിച്ചാൽ ഉണ്ടാകൂ എന്ന് പറയുകയേ വേണ്ടൂ, അപ്പോഴേക്കതുണ്ടാകുന്നതാണ്. ഖുർആൻ പിന്നെയും ചോദിച്ചു, അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. ആകാശഭൂമികളെ സൃഷ്ടിച്ചവനല്ലയോ? ഇക്കാണുന്ന ആകാശഭൂമികളെ മുഴുവൻ സൃഷ്ടിച്ച റബ്ബല്ലയോ? ബിഖാദിരിൻ, കഴിവുള്ളവനല്ലയോ? അലാ അൻ യഖ്ലുഖ മിസ്ലഹും, ഇവരെ പോലെയുള്ളവരെ പടക്കാൻ അല്ലാഹ്ക്ക് വല്ല പ്രയാസവുമുണ്ടോ? ബല, അതെ. വഹുവൽ ഖല്ലാഖുൽ അലീം, അവനെല്ലാം സൃഷ്ടിക്കാൻ കഴിവുള്ളവനും അലീമായവനാണ് എന്ന് വളരെ കൃത്യമായി അല്ലാഹു അതിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. ഇങ്ങനെ പ്രിയപ്പെട്ടവരെ, പ്രമാണങ്ങളിലൂടെ അതുപോലെ തന്നെ ബുദ്ധിയിലൂടെ യുക്തിയിലൂടെ മനുഷ്യന്റെ മനസ്സിലേക്ക് അല്ലാഹു അരക്കിട്ടുറപ്പിച്ച് തരികയാണ്. യാതൊരു ഇടത്തട്ടുകാരും ഒരു നിലക്കുള്ള അനീതിയുടെ ശുപാർശക്കാരും പണമുള്ളവരും സ്വാധീനമുള്ളവരും ഒന്നും ഒരാളെയും രക്ഷപ്പെടുത്താത്ത ഒരു ലോകമുണ്ട് കേട്ടോ. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങളൊക്കെ അല്ലാഹുവിങ്കലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ ജനങ്ങളെ. അന്നത്തെ പ്രത്യേകത എന്താണ്? സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്, ഓരോ ആത്മാവും അതെന്താണ് ചെയ്തതെങ്കിൽ അതിനുള്ള പൂർണ്ണമായ കൂലി കിട്ടുന്ന ദിവസമാണ്. ഈ ലോകത്ത് അതിന് സംവിധാനമില്ല. വഹും ലാ യുദ്ലമൂൻ, അല്പം പോലും ഒരാളും ആക്രമിക്കപ്പെടുകയില്ല, ദ്രോഹിക്കപ്പെടുകയില്ല, അനീതി ചെയ്യപ്പെടുകയില്ല. ഈ ലോകത്ത് അതിനും സംവിധാനമില്ല. ഇവിടെ അക്രമം ഉണ്ടാകും, അനീതി ഉണ്ടാകും. ഇനിയും ഖുർആൻ പറയുന്നത് നോക്കൂ, വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ശൈആ വലാ യുഖ്ബലു മിൻഹാ അദ്ലുൻ വലാ തൻഫഉഹാ ശഫാഅത്തുൻ വലാ ഹും യുൻസറൂൻ. ജനങ്ങളെ, നിങ്ങൾ ഒരു ദിവസത്തെ പേടിക്കണം. അന്നത്തെ പ്രത്യേകത, ഒരാളും ഒരാൾക്കും ഒരു ഉപകാരവും ചെയ്യില്ല. ഒരാളിൽ നിന്നും ഒരു പ്രായശ്ചിത്തം വാങ്ങിയിട്ട് രക്ഷപ്പെടാൻ കഴിയില്ല. ഒരാളിൽ നിന്നും റെക്കമെൻഡ് സ്വീകരിക്കപ്പെട്ടിട്ട് കാഫിറുകളായ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു അമലുമില്ലാതെ പരലോകത്തേക്ക് അങ്ങോട്ട് ചെന്നാലും അവർക്ക് വേണ്ടി പലരും റെക്കമെൻഡിനുണ്ടാകുമെന്ന വ്യാമോഹവും വെച്ച് പുലർത്തിക്കൊണ്ട് കാത്തിരിക്കുകയാണ്. സാധ്യമല്ല കേട്ടോ. വലാഹും യുൻസറൂൻ, അവരൊരു തരിമ്പും സഹായിക്കപ്പെടുന്നവരുമല്ല. അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന പരലോകത്തിന്റെ പ്രത്യേകത അവനവൻ തന്നെ ചെയ്തേക്കണം എന്നതാണ്. പല മതങ്ങളും പരലോകമുണ്ടെന്ന് തത്വത്തിൽ അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ പലർക്കും വികലമായ വിശ്വാസങ്ങളാണ്. ഇസ്ലാമിന് പറയാനുള്ളത് പണ്ടേക്കും പണ്ടേ പഠിപ്പിച്ച നിയമമാണ്. അതെന്താ? അംലം യുനബ്ബ ബിമാ ഫീ സുഹുഫി മൂസാ വഇബ്രാഹീം അല്ലദീ വഫാ, മൂസാക്ക് നൽകപ്പെട്ട ഏടുകളിലും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമിനും ഈ കാര്യം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതെന്താണ്? അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റാ, ഒരാളും മറ്റൊരാളുടെ പാപത്തിന്റെ ഭാരം ഏറ്റെടുത്തിട്ട് അവന് പകരം എന്നെ ശിക്ഷിച്ചോ
റബ്ബേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ അങ്ങനെ സംവിധാനമുണ്ടല്ലോ. പണം ബാങ്കിലേക്ക് ബാലൻസ് ഇട്ട് കൊടുക്കാം, നീ എന്റെ കുറ്റം ഏറ്റു പറയണമെന്ന് പറഞ്ഞാൽ ഏത് ഭീകരവാദിയുടെയും കുറ്റവാളിയുടെയും കുറ്റമേൽക്കാൻ ആളുണ്ട് ഇവിടെ. പക്ഷേ പരലോകത്തത് നടക്കില്ല. ഏതൊരു മനുഷ്യനും അവൻ എന്താണോ അധ്വാനിച്ചതെങ്കിൽ അത് തന്നെയാണ് അവൻ അവകാശപ്പെട്ടതുണ്ടായിരിക്കുക. തീർച്ചയായും അവന്റെ അധ്വാനം മുഴുക്കെ അത് പരലോകത്തവൻ കാണുക തന്നെ ചെയ്യും. എന്നിട്ടവന് സമ്പൂർണമായ പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യുന്നതാണ്. ഇതൊക്കെയാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാമികമായ നിലക്ക് പാരത്രികമായ ജീവിതം. പലരും പറയും പരലോകം അതൊരു മിഥ്യയാണ്, അതിൽ സത്യത്തിന് അല്പം പോലും ഇല്ല, അത് വെറും മിഥ്യയായ വാക്കുകളാണ്, ധാരണകളാണ്, ഊഹങ്ങളാണ്, കെട്ടുകഥകളാണ്. അല്ലേ അല്ല, അത് യുക്തിപൂർണമാണ്, ബുദ്ധിയോട് ഏറ്റവും യോജിക്കുന്നതാണ്, മനുഷ്യന്റെ മനസ്സിന്റെ തേട്ടമാണ്, മനുഷ്യന്റെ മനസ്സിന്റെ ആഗ്രഹമാണ്. പീഡിതരുടെ, കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുടെ, നന്മ കാക്ഷിക്കുന്നവരുടെ അടങ്ങാത്ത ആഗ്രഹമാണ് പരലോകമുണ്ടാവുക എന്നത്. അത് സംഭവിച്ചേ പറ്റൂ, അത് സംഭവിക്കുന്നതുമാണ്. ഈ വിശ്വാസം മനുഷ്യരുടെ മനസ്സിൽ രൂഢമൂലമാക്കുന്ന നിലക്ക് നൂറുകണക്കിന് വ്യക്തമായ നിലക്ക് വൈവിധ്യമാർന്ന ശൈലിയിലൂടെ ഖുർആൻ ഈ കാര്യം പറയുന്നത് കാണാം. 114 അധ്യായങ്ങൾ നോക്കിയാലും ഖുർആൻ ഇതിലേക്ക് സൂചന പറയുന്നുണ്ട് ഈ വിശ്വാസത്തെ. പക്ഷേ എന്നാൽ ഒരാവർത്തന വിരസത തോന്നുന്നുമില്ല. അതാണ് ഖുർആനിന്റെ പ്രത്യേകത. ഒരായത്തിൽ പറയുന്ന വിഷയം തന്നെ അടുത്ത സൂറത്തിലും പറയും. പക്ഷേ കേൾക്കുന്നവന്, വായനക്കാരന്, ശ്രോതാവിന് പുതുമയാണ്. കാര്യം ഒന്നാണ്, പക്ഷേ വ്യത്യസ്ത രൂപത്തിലെ അവതരണമാണ്. അങ്ങനെ ഒരുപാട് അധ്യായങ്ങളിലൂടെ ഈ ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ വിശുദ്ധ ഖുർആൻ നിരവധി ആയത്തുകൾ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. ഇത് പഠിപ്പിക്കാനാണ് മഹാന്മാരായ പ്രവാചകന്മാരഖിലം ഈ ലോകത്ത് വന്നത്. ശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, വമാ നുർസിലുൽ മുർസലീന ഇല്ലാ മുബശ്ശിരീന വമുൻദിരീൻ. മുർസലീങ്ങളെ നാം അയക്കുന്നില്ല എന്തിനല്ലാതെ, ഇല്ലാ മുബശ്ശിരീന, സന്തോഷ വാർത്ത അറിയിക്കുന്നവരും, വമുൻദിരീന, മുന്നറിയിപ്പ് നൽകുന്നവരുമായി കൊണ്ടല്ലാതെ ദൂതന്മാരെ നാം അയക്കുന്നില്ല. എന്താണ് ആ പറയുന്നത്? ഈ ലോകത്ത് പ്രവാചകന്മാരിലൂടെ കിട്ടിയ സന്മാർഗത്തിന്റെ ദർശനം സ്വീകരിച്ചുകൊണ്ട് ആരൊക്കെ ജീവിച്ചുവോ അവർക്കൊക്കെ സ്വർഗമുണ്ടെന്ന സന്തോഷ വാർത്ത അറിയിക്കാനാണ് നബിമാര് വന്നത്. അതേ അവസരത്തിൽ പ്രവാചകന്മാരിലൂടെ കിട്ടിയ സത്യത്തിന്റെ മാർഗത്തെ ധിക്കരിച്ചുകൊണ്ട് എനിക്ക് എന്റെ ദീനാണ്, എനിക്ക് എന്റെ തോന്നിവാസമാണ്, എനിക്ക് തോന്നിയതാണ് എന്റെ ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് ധിക്കാരിയായി ജീവിച്ച മനുഷ്യന്മാർക്ക് നരകമുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകുന്നതിനും വേണ്ടിയാണ് പ്രവാചകന്മാരഖിലവും വന്നിട്ടുള്ളത്. അപ്പൊ പ്രവാചക ഡ്യൂട്ടി തന്നെ മനുഷ്യർക്ക് തബ്ശീർ, അതുപോലെ തന്നെ അവർക്ക് താക്കീരും നൽകുവാനാണ്. അത് വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ 1/3 ഭാഗം തന്നെയും ഈ വിശ്വാസം മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ നിലക്കുള്ള പ്രതിപാദനങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ മുൻഗാമികളെയൊക്കെ നിയന്ത്രിച്ചതും അതാണ്. അവർക്ക് പരലോകം കേൾക്കുമ്പോ പേടിയാണ്. നമ്മുടെ മുൻഗാമികൾ സ്വർഗമുണ്ടെന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുനാവ് കൊണ്ട് അതാ സന്തോഷ വാർത്ത കേൾക്കപ്പെട്ട മഹാന്മാര് പോലും പരലോകം എന്ന് കേട്ടാൽ അവർക്ക് പേടിയായിരുന്നു. മരണം എന്ന് കേൾക്കുമ്പോ പേടിയാണ്, ഖബർ എന്ന് കേൾക്കുമ്പോ പേടിയാണ്, വിചാരണ എന്ന് കേൾക്കുമ്പോ പേടിയാണ്. നമുക്കൊരാൾ നമ്മോടൊരു കാര്യം പറയുകയാണെന്ത്, എടോ മരിച്ചു പോകണ്ടേ, ഖബറിൽ കിടക്കണ്ടേ, പരലോക കോടതിയിൽ പോയി നിൽക്കണ്ടേ, അത് വരുന്നിടത്ത് വെച്ച് കാണാമെന്നതല്ലാതെ അത് കേട്ടപ്പോ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകാറുണ്ടോ? അതേ അവസരത്തിൽ സ്വർഗമുണ്ടെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുനാവ് കൊണ്ട് കേൾക്കാൻ ഭാഗ്യം കിട്ടിയ ഒന്നാമത്തെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പലപ്പോഴും വൃക്ഷത്തിന്റെ ശിഖരങ്ങളിൽ ഇരുന്നിട്ട് പക്ഷികൾ ഇങ്ങനെ പാറിക്കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോ മഹാനവറുകൾ
തങ്ങൾ പലപ്പോഴും ഇങ്ങനെ മനസ്സിൽ പറയാറുണ്ടായിരുന്നു പോലും, യാ ലൈതനീ, ഞാനും ആയിരുന്നെങ്കിൽ ആ പക്ഷികളെ പോലെ, ആ പക്ഷികളെ പോലെ ഞാനുമായെങ്കിൽ അവയ്ക്ക് വിചാരണയില്ലല്ലോ, മരണാനന്തര ജീവിതത്തെ കുറിച്ച ചിന്തയില്ലല്ലോ, അവയ്ക്ക് നാളെ പരലോകത്ത് നന്മതിന്മകളുടെ വിചാരണയുടെ ദിവസമില്ലല്ലോ, അവയുടെ ജീവിതം തീരുകയാണല്ലോ. അതേ അവസരത്തിൽ ഞാൻ എന്റെ റബ്ബിന്റെ കോടതിയിൽ പോയി നിന്നിട്ട് എല്ലാം കണക്ക് പറയണമല്ലോ എന്നോർത്ത് കരഞ്ഞിരുന്നു. സ്വർഗമുണ്ട് അബൂബക്കറിനെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് പോലും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പരലോകമോർത്ത് കരഞ്ഞിട്ടുണ്ട്, ഖബറോർത്ത് കരഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം അതാ പല ചരിത്രകാരന്മാരും അവരുടെ പല കിതാബുകളിലും രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കുന്നു. ഒരു ഗ്രാമീണനായ മനുഷ്യൻ വന്നുകൊണ്ട്, ഒരു അറാബിയായ മനുഷ്യനതാ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുന്ന കാലത്ത് ഒരു ഗ്രാമീണനായ മനുഷ്യൻ അയാളുടെ പെൺകുട്ടികളെയും ഭാര്യയെയും ഒക്കെ കൂട്ടിയിട്ട് വരികയാണ്. എന്താണ് അവരുടെ പ്രശ്നം? പാവങ്ങളാണവര്, അവരുടെ കയ്യിൽ ഭക്ഷണത്തിന് വകയില്ല, വസ്ത്രം വാങ്ങാൻ വകയില്ലാത്ത ദരിദ്രന്മാരായ ആ അറാബിയും കുടുംബവും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ എന്നിട്ട് പറയുകയാണ്, യാ ഉമറൽ ഖൈരി ജുസീതൽ ജന്ന ഉക്സുബു നയ്യാതി വ ഉമ്മഹുന്ന വ കുല്ലന മിനസ് സമാനി ജുന്ന ഉഖ്സിമു ബില്ലാഹി ലതഫഅലന്ന. ഓ നന്മ ചെയ്യുന്ന ഉമറേ, താങ്കൾക്ക് അല്ലാഹു സ്വർഗം പ്രതിഫലം തരട്ടെ. അറാബി പാടുകയാണ്, അല്ല താങ്കൾക്ക് സ്വർഗം തരട്ടെ. കാണുന്നില്ലേ എന്റെ ഈ പെൺമക്കളും അവരുടെ ഉമ്മയും, അവർക്ക് വസ്ത്രമില്ല ഉമറേ, എന്തെങ്കിലും വസ്ത്രം അവർക്ക് നിങ്ങൾ കൊടുക്കണം, എന്തെങ്കിലും ഡ്രസ്സ് നിങ്ങൾ അവർക്ക് കൊടുക്കണം. ഞങ്ങൾ ഒരുപാട് കാലൈബത്തിൽപ്പെട്ടവരാണ്, ഞങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളുള്ളവരാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു സംവിധാനം തന്നിട്ട് ആവും വിധം ഞങ്ങളെ സഹായിക്കണം. അള്ളാനെ സത്യമിട്ടുകൊണ്ട് ഞാൻ പറയുന്നു ഉമറേ, നിങ്ങളത് ചെയ്യുമെന്ന് എനിക്കുറപ്പുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഈ അറാബി കുടുംബസമേതം വന്നിട്ട് പ്രശ്നം അവതരിപ്പിക്കുകയാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുന്ന ഖലീഫയാണെങ്കിലും അദ്ദേഹത്തിന്റെ പോക്കറ്റ് ശൂന്യമാണ്. അദ്ദേഹം ആ നിലക്ക് സമ്പന്നനല്ല. അദ്ദേഹം പറഞ്ഞു, എന്റെ കയ്യിലില്ലല്ലോ, എനിക്കത് നിങ്ങൾ ചോദിക്കുന്നവര് തരാനാവില്ലല്ലോ. ആ ഘട്ടത്തിൽ അറാബിക്ക് വിശ്വാസമാകുന്നില്ല. അദ്ദേഹം പിന്നെയും പറയാണ്, എങ്കിൽ ഉമറേ, നിങ്ങൾ തരാനൊരുക്കമില്ലെങ്കിൽ ഞാൻ അങ്ങ് പോയേക്കും, ഞാൻ പോവും കേട്ടോ. ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിങ്ങൾ പോവുകയാണെങ്കിൽ എനിക്ക് നിവൃത്തിയൊന്നുമില്ല, ഞാൻ എന്ത് ചെയ്യാനാണ്? ആ ഘട്ടത്തിൽ അറാബി തിരിഞ്ഞു നിന്നുകൊണ്ടൊരു വാക്ക്, തകൂനു അൻ ഹാലീല തുസ്അലുന്നാ യൗമ യകൂനുൽ അഅതിയാതു മിന്നാ വമൗഖിഫുൽ മസ്ഊലി ബൈനഹുന്നാ ഇമ്മാ ഇലാ നാരിൻ വ ഇമ്മാ ജന്നാ. വളരെ ഗൗരവത്തോടെ പറയാണ്, ഉമറേ, ഞാനിപ്പോ പോവുകയാണ്, നിങ്ങൾ എന്റെ കാര്യം പരിഗണിക്കുന്നില്ല അല്ലേ? എങ്കിൽ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതാ നിങ്ങളുടെ രാജ്യത്തിലെ പ്രജയായ എന്നെപ്പറ്റി, ഈ കുടുംബത്തെപ്പറ്റി നാളെ റബ്ബിന്റെ കോടതിയിൽ ചോദ്യമുണ്ടാകും ഉമറേ. അല്ലാഹുവിന്റെ കോടതിയിൽ ഞാനും വരും, നിങ്ങളും വരും കേട്ടോ. എന്റെ കാര്യത്തെ നിങ്ങൾ അവഗണിച്ച് വിടുകയാണെങ്കിൽ വമൗഖിഫുൽ മസ്ഊലി ബൈനഹുന്നാ ഇമ്മാ ഇലാ നാരിൻ വ ഇമ്മാ ജന്നാ. സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ തിരിക്കാൻ വേണ്ടി അങ്ങനെ താങ്കളെയും എന്നെയും ഒക്കെ കൊണ്ടുവന്ന് നിർത്തുന്ന ദിവസം വരെ ഓർമ്മ വേണം കേട്ടോ. ഇപ്പൊ ഞാൻ മടങ്ങിപ്പോവുകയാണ്, പക്ഷേ പരലോക കോടതിയിൽ അള്ളാന്റെ അടുക്കൽ ഞാനും വരും ഉമറേ, നിങ്ങളും ഉണ്ടാകും കേട്ടോ. ആ വാക്കങ്ങ് പറഞ്ഞപ്പോ ഫബകാ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്. ഹത്തബ്തല്ലത്ത് ലിഹ്യതുഹു, കണ്ണുനീര് കൊണ്ട് താടി നനഞ്ഞു കുതിരുന്നു. കരയുകയാണ് മഹാനവകൾ. എന്നിട്ട് പറഞ്ഞു,
തൊട്ടടുത്ത് നിൽക്കുന്ന ഭൃത്യനോട് പറയുകയാണ്, യാ ഗുലാം, മോനെ കൊടുക്കൂ ഖമീസി ഹാദാ, ധരിച്ച കുപ്പായം ഊരിയിട്ട് പറയുകയാണ്, കൊടുക്കൂ ആ ഇറാബിക്ക് ഈ കുപ്പായം കൊടുക്കൂ. വല്ലാഹി ലാ അംലികു ഗൈറഹു, ഇതല്ലാതെ ഉമറിന്റെ കയ്യിലൊന്നും കൊടുക്കാനില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പാട്ട് കേട്ടിട്ടല്ല ഞാനിത് കൊടുക്കുന്നത്. അയാളുടെ പാട്ട് കേട്ടിട്ടല്ല, മറിച്ച് അയാൾ എന്നോട് ഒരു നാളിൽ ഞാനും ഉമറേ നിങ്ങളെ കണ്ടുമുട്ടാൻ വരും എന്ന് പറഞ്ഞില്ലേ, ആ ദിവസത്തെ ഓർത്തുകൊണ്ട് ഞാൻ പറയട്ടെ, എന്റെ ഉള്ള ഖമീസ് കൊടുക്കൂ, എന്റെ ഉള്ള കുപ്പായം അദ്ദേഹത്തിന് കൊടുക്കൂ. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവരെ. നമ്മളെവിടെ? മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എവിടെ? പരലോകം എന്ന് കേട്ടപ്പോഴേക്ക് വിചാരണയുടെ നാളിൽ ഞാനും നിങ്ങളും വരും കേട്ടോ, അള്ളാന്റെ കോടതി ഉണ്ട് കേട്ടോ, അവിടെ ഞാനുണ്ടാകും കേട്ടോ എന്ന് പറഞ്ഞപ്പോ ആ ഒരൊറ്റ വാക്ക് മഹാനവറുകൾക്ക് പിടിച്ചു നിൽക്കാനാവാതെ നമ്മളൊക്കെ എത്ര ഖുതുബകൾ കേൾക്കുന്നു, എത്ര ഖുതുബകൾ അവതരിപ്പിക്കുന്നു, എത്ര ലേഖനങ്ങൾ വായിക്കുന്നു, എഴുതുന്നു, എത്രയോ പ്രസംഗങ്ങൾ കേൾക്കുന്നു. പലരും നമ്മെ ഓർമ്മപ്പെടുത്തുന്നില്ലേ, എടോ മനുഷ്യ ഇങ്ങനെ ജീവിക്കല്ലേ, ഇങ്ങനെ കണ്ണുകൊണ്ട് കാണല്ലേ, ഇങ്ങനെ കാതുകൊണ്ട് അരുതാത്തത് കേൾക്കല്ലേ, ഇങ്ങനെ ഹറാമ് തിന്നല്ലേ, മരിച്ചു പോകണ്ടേ, ഖബറിൽ കിടക്കണ്ടേ, പരലോക കോടതിയിൽ അല്ലാഹുവിന്റെ മുമ്പിൽ പോയി കൈകെട്ടിരുന്ന് മറുപടി പറയണ്ടേ എന്ന് എത്ര പേര് നമ്മളോട് ചോദിച്ചു. നമ്മുടെ മനസ്സിന് കുലുക്കമുണ്ടായോ? നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചോ? നമ്മുടെ ജീവിതത്തിൽ വല്ല മാറ്റവും ഉണ്ടായോ? ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. പരലോകം എന്ന് പറയുന്നത് അതിനാണ്, നമുക്ക് നന്നാകാനാണ്, നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാനാണ്, നമ്മെ നന്നാക്കാനാണ് പരലോക വിശ്വാസം ഉണ്ടാകേണ്ടത്. പരലോകമുണ്ടെന്ന തത്വത്തിൽ അംഗീകരിച്ചത് കൊണ്ട് പരലോക വിശ്വാസമാവില്ല. ആ ബോധം നമ്മുടെ നടപ്പിലും വിരിപ്പിലും വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും അധ്വാനത്തിലും എല്ലാ സമയത്തും ഉണ്ടാകണം. റബ്ബേ, മരിച്ചു പോകണമല്ലോ, അതിന്റെ ഒന്നാമത്തെ കവാടമാണ് മരണം. ആ ലോകത്തേക്കുള്ള യാത്രയുടെ ആദ്യ കവാടമാണല്ലോ മരണം. ആ മരണചിന്ത അധികരിപ്പിക്കാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും ഈ ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ആവർത്തിച്ച് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, നമുക്ക് ഈ ലോകത്തെ കുറിച്ചുള്ള വിശ്വാസം പ്രമാണബദ്ധമായിരിക്കണം. പ്രമാണങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് പഠിക്കണം, പറയണം, മനസ്സിലാക്കണം, അതനുസരിച്ച് ജീവിതത്തെ ശുദ്ധീകരിക്കണം. അതിനുവേണ്ടി ഞാനും നിങ്ങളുമൊക്കെ സദാ പരിശ്രമിക്കണമെന്ന് ആമുഖമായി ഇന്നത്തെ ഈ ഒരു സമയത്തിൽ എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിഷയങ്ങളുടെ പല രൂപത്തിലുള്ള വിശദമായ വിവരണങ്ങൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നത് നമുക്ക് പറയാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്, ചിന്തിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒക്കെ പറയാനും മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുവാനും തഖ്വയിൽ അധിഷ്ഠിതമായ നിലക്ക് മഹാന്മാരുടെ ജീവിതം ജീവിക്കുവാനുമൊക്കെ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. റഹ്മാനായ നാഥ, ഞങ്ങളിൽ വല്ല അബദ്ധങ്ങളും സംഭവിച്ചു പോയെങ്കിൽ പുറത്തു തരണമേ അല്ലാഹുവേ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും രക്ഷ നൽകണേ നാഥ. ശാരീരികവും മാനസികവുമായ രോഗങ്ങളിൽ നിന്ന് ശിഫ നൽകണമേ നാഥ. എല്ലാ പ്രതിസന്ധികളിലും നാഥ നീ തുണയായിട്ടുണ്ടാകണമേ. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപമോചനം നീ ഉറപ്പാക്കണമേ നാഥ. ഞങ്ങളെയും അവരെയും നീ നിന്റെ സ്വർഗീയാരാമത്തിൽ ഒരുമിച്ച് കൂട്ടണമേ നാഥ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നാഥ തളരാതെ പതറാതെ നിന്റെ ദീനിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ആ രൂപത്തിൽ തന്നെ ഈ ലോകത്തോട് വിട പറയുന്ന നല്ലവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്.